സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി വരും കടന്നു വരികയാ. എന്നിട്ട് ചോദിക്കുകയാ, മതാ സാഅത യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാളെ എന്നാണ് നബിയേ? ഖിയാമത്ത് നാളെ എന്നാണ്? ഇവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുകയാ, മാദാ അഅദത ലഹാ, അതിനു വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? അവിടുന്ന് സ്വഹാബി വര്യൻ പറയുകയാണ്, ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ വലിയ നിസ്കാരവും നോമ്പൊന്നുമില്ല ആളല്ല, പക്ഷേ ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും അളവറ്റ് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റ കാര്യം മാത്രമേ എന്റെ കയ്യിലുള്ളൂ നബിയേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മർഉ മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെ ആയിരിക്കും നാളെ ഉണ്ടാവുക. സഹോദരങ്ങളെ, ഇതിലും വലിയ പ്രതീക്ഷ നൽകുന്ന വാക്ക് വേറെയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അമലുകൾ കുറവാണ്, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ധാരാളമാണ്, പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്തുണ്ടല്ലോ. ആ മുഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തിലേക്ക് കൊണ്ടുവരണോ. നമ്മുടെ നാവുകളിൽ സ്വലാത്ത് നിറയണം, നമ്മുടെ സ്വഭാവത്തിൽ സുന്നത്തുകൾ നിറയണം. മുഹബ്ബത്ത് വെറും വാക്ക് മാത്രമല്ല, മുഹബ്ബത്ത് ജീവിതമാണ്, ജീവിതമാണ്. അല്ലാഹുമ്മ റസുഖ്നാ ഹുബ്ബൻ നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്.